സാർ, നമുക്കറിയാം, നമ്മൾ ഈ വേദിയിൽ തന്നെ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ കോടതിയുടെ സൈഡിൽ നിന്നും ഒരു പരാമർശം ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണോ നമുക്ക് കാണാൻ സാധിക്കുക? എന്താണ് ഇതിലൊരു തീരുമാനമാകാതെ ഇങ്ങനെ നീണ്ടു പോകുന്നത് സാർ? പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട ഒരു കാരണവുമില്ല. കാരണം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ വഖഫ് ബോർഡ് വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ എതിർകക്ഷികൾക്ക് ആരാണോ സഫർ ചെയ്യുന്നത് അവരുടെ മുന്നിലുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുനമ്പത്തുകാർ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇവിടെ നാം ആലോചിക്കേണ്ടത്, ഒക്ടോബർ 10-ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വഖഫ് അല്ല എന്ന് പറഞ്ഞ ആ കേസ് യഥാർത്ഥത്തിൽ ആ രാമചന്ദ്രൻ കമ്മീഷൻ നിലനിൽക്കണമോ അതോ അതിനെ പിരിച്ചുവിടണമോ എന്നുള്ളതായിരുന്നു അവിടുത്തെ വിഷയം. അപ്പോ ഈ സ്വാഭാവികമായിട്ടും വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസുകൾ നടക്കുന്നത് കൊണ്ട് ഹൈക്കോടതി അത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. ഹൈക്കോടതി നടത്തിയ പരാമർശം ശരി തന്നെയാണ്, വഖഫ് അല്ല തന്നെയാണ്, നമുക്കൊക്കെ അറിയാം. എന്നാലും ഈ ട്രൈബ്യൂണലിൽ ആ കേസ് നടന്നു വരവേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വഖഫ് സംരക്ഷണ വേദി SLP ഫയൽ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ആ വിഷയത്തിൽ ഇടപെടുമെന്നും ഹൈക്കോടതി ഉത്തരവിനെ സ്റ്റേ ചെയ്യുമെന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോഴാണ് ഷോൺ ജോർജ് ആണ് അവിടെ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനമ്പത്തെ രണ്ടുപേര്, അതിന്റെ മുനമ്പം ഭൂസംരക്ഷണ വേദിയുടെ കൺവീനറും അതുപോലെ തന്നെ ചെയർമാനും, അവർ രണ്ടുപേരും ആയിരുന്നു ഹൈക്കോടതിയിൽ ആ കേസിൽ കക്ഷിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് മാത്രമേ നോട്ടീസ് അയക്കൂ. അപ്പൊ ഷോൺ ജോർജ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ വക്കാലത്ത് ഒപ്പിട്ട് തരികയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകനെ അവർക്ക് വേണ്ടി 5 പൈസ ചെലവില്ലാതെ BJP അവിടെ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ടും അവര് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തില്ല. അതിനെ തുടർന്ന് നമ്മളിപ്പോ മറ്റൊരു ഫിലിപ്പ് ജോസഫിനെ അവിടെ കക്ഷി ചേർക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. അപ്പോ ഷോൺ ജോർജ് അതിന്റെ ചുമതലയൊക്കെ എനിക്കാണ് തന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ആ കേസ് അതേപടി സുപ്രീം കോടതിയിൽ നടന്നാൽ ഈ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ആ പരാമർശങ്ങളൊക്കെ തന്നെ എക്സ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഹൈക്കോടതി പറഞ്ഞു ഇവർക്ക് ഈ കേസ് ഫയൽ ചെയ്യാനുള്ള ലോക്കൽ സ്റ്റാൻഡ് പോലും ഇല്ലായിരുന്നു എന്നും കൂടി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും സുപ്രീം കോടതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതുമയുള്ള വിഷയം അവതരിപ്പിച്ചാൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ പറ്റൂ. കാരണം ഹൈക്കോടതി വിധി ശരിയാണെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ആത്യന്തികമായിട്ട് മുനമ്പത്തിന് പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അപ്പോൾ ഞാൻ ഡിബേറ്റ് ചെയ്ത ഒരു മാർഗം എന്ന് പറയുന്നത്, ഈ വഖഫ് ട്രൈബ്യൂണലില് കേസ് നടക്കുന്നത് കൊണ്ടാണ് ഹൈക്കോടതി ആ വിധി തെറ്റാണെന്ന് ഈ വഖഫ് സംരക്ഷണ വേദി പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ട്രൈബ്യൂണലിൽ കേസ് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഹൈക്കോടതി വിധി ശരിയായിരുന്നു. അതിന് ഞാൻ ഡിബേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സെക്ഷൻ 7 വഖഫ് ആക്ടിന്റെ സെക്ഷൻ 7-ൽ പറയുന്നു, ഈ വഖഫ് ട്രൈബ്യൂണലിന് ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ സംബന്ധിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർവേ നടത്തണം, ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, റിപ്പോർട്ട് സമർപ്പിച്ച് സർക്കാരിന് കൊടുക്കണം. സർക്കാർ അതിനെ നോട്ടിഫൈ ചെയ്യുമ്പോൾ മാത്രമേ അത് വഖഫാവൂ. അപ്പൊ ഇവിടെ വഖഫ് ബോർഡ് അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രീ സ്റ്റാലിൻ ദേവൻ, മറ്റൊരു കാര്യം കൂടെ, ഈ ഉമീദ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു ഈ വഖഫ് ബോർഡിന്റെ കൈവശമുള്ള ഭൂമികളെല്ലാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ പോലും രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അല്ല, അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബിക്കോസ് അത് മാറ്റർ പെൻഡിങ്ങിലല്ലേ. കോടതിയിൽ പെൻഡിങ് ആയിട്ടുള്ള ഒരു മാറ്റർ വഖഫ് ബോർഡിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തേ ഇല്ലെന്ന്. അത് ദാറ്റ് ക്വസ്റ്റ്യൻ ഡസന്റ് അറൈസ്. അപ്പോ ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ സെക്ഷൻ 7 പ്രകാരം നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലേ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കേൾക്കാൻ പറ്റൂ. അപ്പോൾ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ മുനമ്പംകാർ ഫയൽ ചെയ്തിരിക്കുന്ന ഒരു കേസും വഖഫ് ബോർഡിന് ഡീൽ ചെയ്യാനോ അത് കൺസിഡർ ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ 28-ാം തീയതി, 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു പ്രമാദമായ റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങളും വഖഫ് ട്രൈബ്യൂണൽ കേൾക്കാൻ പാടില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മുനമ്പത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ കുറച്ച് കേസുകൾ ഉണ്ടെങ്കിലും അതൊന്നും നിയമപരമായി നിലനിൽക്കുന്ന കേസുകൾ അല്ല. വൈ? ബിക്കോസ് ഈ വസ്തുവിനെ സംബന്ധിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ കേസ് ആകെപ്പാടെ കൊണ്ട് സുപ്രീം കോടതി തന്നെ ട്വിസ്റ്റ് ചെയ്യപ്പെടും. അതായത് ഈ വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ശരിയായിരുന്നില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരും.
അത് പിന്നെ അതുമല്ല, നേരത്തെ തന്നെ സുപ്രീം കോടതി അനവധി ഉത്തരവുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, വഖഫ് ബോർഡ് സെക്ഷൻ 40 പ്രകാരം വസ്തു ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് അവർ സർവേ നടത്തണം, ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കണം, അവരെ കേൾക്കണം, ക്വസി ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, അതുപോലെ തന്നെ ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് അയക്കണം എന്ന് സുപ്രീം കോടതി അനവധി വിധികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതുവരെയുള്ള ആ കേസിന്റെ സ്വഭാവം മാറും. അപ്പോ ഈ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 142 ഉണ്ട്. അപ്പോൾ ഇൻ ഓർഡർ ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ്, അതായത് പരിപൂർണമായി നീതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് ഉത്തരവും പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റിന് സമയപരിധി കൊടുത്തത് ഒപ്പിടാൻ വരെ. അപ്പോ ആ ഒരു ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്യാൻ സുപ്രീം കോടതിയെ നമ്മൾ പ്രേരിപ്പിക്കുകയും അതിനെ നിർബന്ധിക്കുകയും അതിനുള്ള കാരണങ്ങൾ അഡ്യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പൊ നിങ്ങൾ അവർ പറയുന്നൊന്നും കാര്യമാക്കണമേ, ഇപ്പൊ മെറിറ്റിൽ കയറാനുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി പറയുന്നത്. ഇപ്പൊ സുപ്രീം കോടതി എന്തെങ്കിലും ഉത്തരവിടുന്നു എങ്കിൽ അത് കേസിനെ പറ്റി പഠിക്കാതെയാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ വറിയാവേണ്ട ആവശ്യമില്ല. അവസാനം ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യമാവും ഈ വഖഫ് ബോർഡ് ഈ നിയമവിരുദ്ധമായിട്ടാണ് ഈ വസ്തു ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വരും. കൂടാതെ കഴിഞ്ഞ 4 വർഷമായിട്ട് മുനമ്പത്തെ ജനങ്ങളുടെ ഭരണഘടന, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ വഖഫ് ബോർഡ് വഖഫ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാത്തതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഇത് അവസാനം വരുമ്പോ 99% ഇത് മുനമ്പത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വരാൻ പോകുന്നത്. അപ്പോൾ ഈ കേസ് പോസ്റ്റ് ചെയ്യുന്ന ദിവസത്തിന് ഇങ്ങനെ പല അഭിപ്രായങ്ങളും പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാർ പറയും. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള വാദമല്ല നടക്കുന്നത്, മെറിറ്റിൽ പോയിട്ടില്ല, വസ്തുത സുപ്രീം കോടതി ജഡ്ജിമാർക്ക് അറിയത്തില്ല. ഇതൊരു കേസ് വാദത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഇതൊന്നും കാര്യമാക്കണ്ട. അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം. ഇതിപ്പം ശരിക്കും മുനമ്പം ജനതയെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ഭൂമി അവർക്ക് എല്ലാ അധികാരത്തോടും കൂടി എല്ലാവിധ കൈവശ അവകാശങ്ങളോടും കൂടി വിട്ടുകിട്ടുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ആ ഒരു നീതിയാണ് നടപ്പിലാക്കേണ്ടത്. ശരിക്കും ഈ മുൻപ് ജനതയ്ക്ക് ഇതുപോലൊരു അനുകൂലമായിട്ടുള്ള വിധി വരുവാൻ ഇനിയും കുറെ കാലം ഈ കോടതി കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുമോ? എന്താണ് അങ്ങക്ക് തോന്നുന്നത്? നമുക്കറിയാലോ, നമ്മുടെ ഇവിടുത്തെ ഈ വ്യവസ്ഥ അറിയാലോ, കോടതി ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അവിടെ ഒരുപാട് നമ്പർ ഓഫ് കേസസ് ആണ്. ഇന്ന് തന്നെ അതേ ബെഞ്ച് തന്നെ ഒരു 100ഓളം കേസുകൾ കേട്ട് കാണും. അപ്പൊ ഇത്രയും കേസുകളുണ്ട്. നമ്മളെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സംവിധാനങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇനിയും ഈ മുനമ്പൻ നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. മുനമ്പൻ ജനതയെ നമ്മൾ പരിപൂർണമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണമില്ല. കാരണം ആദ്യത്തെ 1 വർഷം ഞാൻ അവരോട് നിയമപരമായ മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുത്തപ്പോൾ അത് ഫോളോ ചെയ്യാതെ അവർ ഹൈക്കോടതിയിൽ കയറി ഇറങ്ങിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞു വഖഫ് ട്രൈബ്യൂണലിൽ പോകണം, അവര് പോയില്ല. അപ്പോ അവരൊക്കെ പിന്നെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവര് നേരെ കേസ് നടത്തിയില്ല. ഇപ്പൊ പിന്നീടാണ് അവസാനമാണ് വന്നിട്ട് അവരിൽ കുറച്ചു പേര് മാത്രം നല്ല രീതിക്ക് ഇപ്പൊ എന്നെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ആ കേസ് നല്ല രീതിക്ക് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ എന്ന് പറയുന്നത് എല്ലാം കള്ളന്മാരാണ്. അവർക്ക് അതിന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. എന്തായാലും മുനമ്പൻ ജനതയ്ക്ക് പരിഹാരം കിട്ടും. പിന്നെ പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇതുവരെയും മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വഖഫ് ട്രൈബ്യൂണലിൽ കൂടി പ്രശ്നം പരിഹരിക്കട്ടെ എന്നാണ്. അപ്പൊ ഈ വിധി വന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിന് ആ കേസ് കേൾക്കാൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് ഈ അവരുടെ റവന്യൂ രേഖകളിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. എന്നാൽ ഇവിടെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഈ വഖഫ് ബോർഡിന്റെ സിഇഒ ഈ കൊച്ചിയിലെ തഹസിൽദാർക്ക് അയച്ച ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ ഈ സർക്കാർ റവന്യൂ വകുപ്പ് പിടിച്ചെടുത്തത്. അതിനുശേഷം രാമേന്ദ്രൻ കമ്മീഷന്റെ ആ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ പോയി വാദിച്ചു, ഞങ്ങൾക്ക് ഈ വഖഫ് ബോർഡിന്റെ ഉത്തരവ് സർക്കാരിന് ബാധകമല്ല, കാരണം അവർ ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് വാദിച്ച സർക്കാർ ഇപ്പൊ ഇനിയിപ്പം അടുത്ത പോയിന്റ് വന്നു, ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോകാനും പറ്റത്തില്ല. അപ്പോൾ ഈ സർക്കാർ ഇനി അവിടുത്തെ ജനങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത്? അവർക്ക് വേണമെങ്കിൽ നാളെ തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് എല്ലാ റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കാം സർക്കാരിന്. പക്ഷെ അവർ കൊടുക്കത്തില്ല. അതാണ് ഇതിന്റെ വസ്തുത. എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ അവിടുത്തെ പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് അവിടെ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തന്നെ. ആരാണോ അവരെ കഷ്ടപ്പെടുത്തിയത്, ഈ വഖഫ് ആക്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തിയത് ആരാണ്? അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ റവന്യൂ അവകാശങ്ങൾ അനധികൃതമായിട്ട് പിടിച്ചെടുത്ത ആൾക്കാർ ആരാണ്? അവർക്ക് വോട്ട് ചെയ്യാൻ മുനമ്പത്തെ ആൾക്കാരുണ്ട്.
തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഉണ്ടായ നടപടികളും ഇടപെടലുകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു അതുകൊണ്ട് വിഭാഗം കുറേ താമസിക്കട്ടെ, അതെ ഒരു കുറച്ച് ഒരു കഷ്ടപ്പെടട്ടെ. വിഭാഗം സമരം നിർത്തിയതും മറ്റൊരു വിഭാഗം സമരം തുടർന്നും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും നമുക്ക് ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല മുനമ്പത്തിൻ്റെത്. അത് വിശദമായി തന്നെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഈ വിഷയം നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. പേടിക്കണ്ട, മുൻപും വിഷയം പരിഹരിക്കപ്പെടും. സുപ്രീം കോടതിയിൽ ഈ തൽക്കാലം പറയുന്നതൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട.